നീ അടുത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. ജ്യോതിയുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ശ്രമിക്കാം ജ്യോതി. എല്ലാം ഒന്ന് ശാന്തമാകാൻ എനിക്ക് കുറച്ച് സമയം വേണം. അത് കഴിഞ്ഞ് ഞാൻ ജ്യോതി പറഞ്ഞതുപോലെ ചെയ്യാം. മതി, അത് മതി. പക്ഷെ എനിക്ക് വാക്ക് തരണം. വാക്കുതാ. ഉറപ്പ്. പിന്നെ ഇവിടെ ഇരുന്ന് മതിയെങ്കിൽ താഴേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. എസ്കെയുടെ മനസ്സിൽ അവളോടൊരു വിധേയത്വമുണ്ട്. അത് സ്നേഹമായിട്ട് വളർത്തിയെടുക്കണം. ഇപ്പൊ തന്നെ എസ്കെയോട് സംസാരിക്കണം. എസ്കെ, എന്താ? ജ്യോതി എസ്കെയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് പറയാനാണോ വന്നത്? അല്ല, എസ്കെയെ സന്തോഷിപ്പിക്കാൻ അവൾ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോ സത്യത്തില് എനിക്ക് അവളോട് അഭിമാനം തോന്നി. സ്വന്തം ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാ. ഞാനൊന്ന് ഫോണിൽ പറഞ്ഞില്ലേ, അതൊക്കെ സത്യമാ. DK ഉപേക്ഷിച്ച അവൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ജ്യോതി ഇവിടുന്ന് പോവില്ല. എസ്കെ പറയുന്ന പോലെ വിശ്വസിക്കാനാ എനിക്കും ഇഷ്ടം. പക്ഷെ ജ്യോതിയും DKയും തമ്മിലുള്ളത് ഒരു കരാറാ. ആ കരാറിന് ഇനി അധികം ആയുസില്ലാന്ന് എസ്കെക്ക് താമസിയാതെ മനസ്സിലാവും. ആ കരാറിന് മേലുള്ള അഭിനയം മാത്രമാണ് ഇപ്പൊ എസ്കെ ഈ കാണുന്നതെല്ലാം. ജ്യോതി ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ എസ്കെ സമ്മതിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. അവളുടെ ഒരു എസ്കെ പ്രേമം ഇല്ലടി, ഞാനതിന് സമ്മതിക്കില്ല. നിനക്കും DKയ്ക്കും ഇടയിലെ വൻ മതിലായി എസ്കെയെ ഞാൻ വളർത്തും. DK, എന്നെ മറന്നുപോയോ നീ? എനിക്ക് സന്തോഷമായി. ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇനി അധിക താമസമില്ല. പഴയതുപോലെ നീ എന്നെ ഓർത്ത് കരയാറില്ല. നിന്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും കൈവന്നിരിക്കുന്നു. ദൂരെ ഇരിക്കുന്ന ഞാൻ ഇതെല്ലാം കാണുന്നുമുണ്ട്. നിന്റെ ഉള്ളിൽ ജ്യോതി കൂടുകൂട്ടി തുടങ്ങിയെന്ന് എനിക്കറിയാം. അത് കണ്ട് നീ പേടിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. സ്വപ്നത്തിൽ പോലും നിന്നെ കാണാൻ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് സന്തോഷം കൊണ്ടാ. ജ്യോതിയും നീയും ഒന്നാകാൻ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു ശബ്ദമായി പോലും നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി വരില്ല. ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ.
ആ, ഇനി എന്നെയും കൂടെ. ശരിക്കും ആ എന്നാ കഴിക്കും. ആ പോരെ. ഇതെന്തിന്റെ കേടമായി ജി? ഹായ്. ആഹാ. ഹായ്. സൂപ്പർ സൂപ്പർ. അമ്മേ ഹായ്. നിർത്ത ശിവ. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഇവനോട് കുട്ടികളെ കളിക്കാണോ? ഇറങ്ങി ഇങ്ങോട്ട്. നമ്മുടെ അമ്മായിയമ്മയ്ക്ക് പണി കിട്ടി. ബുള്ളറ്റിലധികം കളിക്കരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അനുഭവിച്ച ദുരിതങ്ങളൊന്നും പോരെ നിനക്ക്. മര്യാദയ്ക്ക് ബുള്ളറ്റ് കൊണ്ട് വയ്ക്കേ. ഗുഡ് മോർണിംഗ് സർ. സർ എന്താണോ ഇത്? സർ ചായ. ഇതാണോ ചായ? ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? വെറുതെ വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിൽ കുറച്ച് പാലും തേയിലയും പഞ്ചസാരയും ചേർത്താ അത് ചായ ആവുന്നു തന്നോടാരാ പറഞ്ഞേ? ഒരാളൊരു ചായ കുടിച്ചാൽ അയാൾക്കൊരു നിറവ് തോന്നണം, ഉണർവ് തോന്നണം. പാലും വെള്ളവും മധുരവും തേയിലപ്പൊടിയൊക്കെ ചേരുന്നതിന് ഒരു കൃത്യമായ അളവുണ്ട്. സർ ഈ ചായക്ക് എന്ത് സർ കുഴപ്പം? ഇത് വായിൽ വെച്ച് കുടിക്കാൻ കൊള്ളാടോ? ഇങ്ങനെയാണോ മധുരം ചേർക്കുന്നത്? ഈ പാലും വെള്ളവും നല്ലതുപോലെ തിളച്ചിട്ടല്ല ചായപ്പൊടി ചേർത്തിരിക്കുന്നത്. DK റെസ്റ്റോറന്റിൽ കൊടുക്കുന്ന ചായക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അതില്ലാതെ മേലിൽ ചായ ഉണ്ടാക്കി പോരുത്. സർ ചായ ഉണ്ടാക്കിയത് ഞാനല്ല, ഷെഫാണ് സർ. ആരായാലും എന്താ? കൊണ്ടുവരുന്നതിന് മുമ്പ് തനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ പാടില്ലായിരുന്നോ? മേലിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കരുത്. വിളിക്കടാ ഷെഫിനെ. അല്ലെങ്കിൽ വേണ്ട, അയാൾക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അയ്യോ അത് വേണ്ട സർ.
ഇന്ന് ആ ഷെഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള രണ്ടുപേരോടെ പോയി. വന്നിട്ടില്ല സർ. വന്നിട്ടില്ലേ? വിളിക്ക് ഷെഫിനെ, വിളിക്കേ. ഒരു ചായ പോലും വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഇവനെയൊക്കെ ഷെഫാക്കി വെച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. താൻ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇവിടെ ജോലി കയറുന്നത്? ആണോന്ന്? സാർ ഞാൻ മിണ്ടി പോരുത്. ഇത് എന്ത് ചായയാടോ? എന്തെങ്കിലും ഒരു വെള്ളം ചൂടാക്കി മധുരം കലക്കി കൊടുത്താ അതങ്ങനെ ചായയാവും. DK റെസ്റ്റോറന്റിൽ കൊടുക്കുന്ന ചായ ഇതുപോലെയായിരുന്ന കസ്റ്റമേഴ്സ് എന്നെ കുറ്റം പറയും. എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് സാർ ഇന്നും ചായ ഉണ്ടാക്കിയത്. Shut up. എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി പോലും. എന്നിട്ട് എന്താണോ ഇത് ചായ ആവാത്തത്? ഇങ്ങോട്ട് കൊടുത്തുവിടുന്ന മുമ്പ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു സാർ. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല സാർ. തനിക്ക് കുഴപ്പമൊന്നും തോന്നില്ലെങ്കിൽ അത് നല്ലതാണെന്നാണ് അർത്ഥം. എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ തന്നെ ഞാനോട് വെച്ചുറപ്പിക്കില്ല. അത്രയ്ക്ക് നല്ലതാണ്. അത്രയ്ക്ക് നല്ലതാണെങ്കിൽ താനൊന്ന് കുടിച്ചു നോക്ക്. കുടിക്കാൻ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വായിൽ വെച്ച് കുടിക്കാൻ കൊള്ളാടോ? സത്യം പറഞ്ഞ സാർ എന്നെ കൊല്ലും. നല്ലതല്ലെന്ന് ഞാൻ അങ്ങനെ കള്ളം പറയും. പറഞ്ഞ ഒരു പാവത്തിന്റെ ജോലി പോവും. ചെറുത്താന്റെയും കടലിന്റെയും നടുവിലാണല്ലോ ഭഗവാനെ. എന്താടോ താനൊന്നും മിണ്ടാത്തത്? തന്റെ നാവ് മരവിച്ചു പോയോ? പറയടോ, ഇത് കുടിക്കാൻ കൊള്ളാവുന്ന ചായയാണോ? ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ സർ. ഓഹോ, അപ്പൊ ഇത് കുടിച്ച് എനിക്കാണോ കുഴപ്പം? അതോ ഞാൻ കള്ളം പറഞ്ഞാണെന്നാണോ പറയുന്നത്? സാറിന്ന് ഇടതുവശത്തേക്ക് എഴുന്നേറ്റെന്ന് തോന്നുന്നു. വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നോട് തർക്കുത്തരം പറയാറായോ? മേലാൽ രണ്ടെണ്ണത്തിന് എന്നെ മുന്നിൽ കണ്ടുപോരുത്. എറിയപ്പെടോ സാർ. അപ്പൊ ചായ. Get out. ചായക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഛേ, അവരത്രയും ചീത്ത പറഞ്ഞ് മോശമായിപ്പോയി. ഒരു ചായക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് മോശമായി സംസാരിച്ചിട്ടില്ല. ഇന്നുവരെ ആ ഷെഫിന്റെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അർജുനെ ഞാൻ വഴക്ക് പറഞ്ഞു. എനിക്കെന്താ പറ്റിയത്? എന്റെ പ്രശ്നം എന്താ? ഞാനെന്തിനാ ഇത്രയ്ക്ക് ടെൻഷനാവുന്നത്? എന്താ എന്റെ കുഴപ്പം?
യെസ്, ഇപ്പൊ മനസ്സിലായി. ജ്യോതി തന്നെയാണ് എന്റെ പ്രശ്നം. അവള് തന്നെ എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ആ ബേക്കറിക്കാരിയെ ഞാൻ വല്ലാതെ ഭയക്കുന്നുണ്ടോ? ഏയ്, എന്തിന്? അല്ല, അവൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ ഞാൻ അവളെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അവൾ അടുത്തു വരുമ്പോ എന്റെ ഉള്ളിലൊരു ഭയം ഉരുണ്ടുകൂടുന്നുണ്ട്. അതോ ശിവയും അവളും തമ്മിലുള്ള അടുത്തിടപെടലാണോ എന്നെ അസ്വസ്ഥനാക്കുന്നത്? ഞാൻ പരിഗണിക്കാത്ത എന്റെ ഭാര്യയെ എന്റെ അനിയൻ ഒരേട്ടത്തമ്മയെ പോലെ കണ്ട് ഇഷ്ടപ്പെടുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണോ എന്റെ പ്രശ്നം? അതെ, അത് തന്നെയാണ് എന്റെ പ്രോബ്ലം. അവന്റെ കാര്യങ്ങളിൽ ആ ബേക്കറിക്കാരി ആവശ്യത്തിലധികം ഏട്ടത്തിയമ്മ ചമയുന്നത് തന്നെയാണ് എന്റെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം. ഞാനറിയാതെ അവളോടൊരടുപ്പം എന്നിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാ എന്റെ ഭയം. അവൾക്ക് മുന്നിൽ ഞാൻ കെട്ടിയുയർത്തിയ വൻമതിലിൽ എവിടെയോ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. ഇനിയും അവൾ അമരാവതിയിൽ നിന്നാൽ ആ വൻമതിൽ ഇടിഞ്ഞു വീഴും. അവൻ അവളോട് അടുത്തിടപഴകി നാളെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമാവും. ഇത് പരിഹരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു വഴി. വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നീ. ഇപ്പൊ കിട്ടിയത് ഒരു ചെറിയ പൊള്ളല് മാത്രമാ. ഇനി ഒരുപാട് ദാഹിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിനക്കിത് എന്തിന്റെ കുഴപ്പമായ? വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരല്ലേ? നിന്നോട് പിന്നെ എങ്ങനെ പെരുമാറണം? അഭിനന്ദിക്കണോ? നിനക്ക് ഇത്തിരിയെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു? DK കാണുകെ അനിയന്റെ ബുള്ളറ്റിൽ കയറി ബഹളം വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അതിനിപ്പോ എന്താ പ്രശ്നം? അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാ DK നിന്നെ ബുള്ളറ്റിൽ നിന്ന് പിടിച്ചിറക്കിയത്. ചേട്ടനെ അനിയൻ തമ്മിൽ പരസ്പര ശത്രുക്കളാക്കാനാണോ നിന്റെ ഉദ്ദേശം? നിനക്ക് അസൂയ. മെഡിക്കൽ സയൻസിൽ ഇതിന് മരുന്നൊന്നുമില്ല, പക്ഷേ എന്റെ കയ്യിലുണ്ട്. കാരണത്തൊന്നും പൊട്ടിച്ചാ മതി, ഉടനെ ശമനം കിട്ടും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? എങ്കിൽ തല്ലടി. എടി തല്ലാൻ. എന്താ തല്ലുന്നില്ലേ? കൈയിരിക്കുന്നിടത്ത് കവിള് കൊണ്ടുകൊടുത്ത് അടി വാങ്ങിക്കുന്ന ജന്മോ നിന്റേത്. എനിക്ക് ഇവരെ പണിയുണ്ട്. ദയവ് ചെയ്ത് നീ നിന്റെ ജോലി നോക്കി പോയിക്കേ. നാണം ഉണ്ടോ നിനക്ക് SKയുടെ പിന്നിൽ കയറിയിരുന്ന് ചുറ്റാൻ?